ഫ്രണ്ട്സ്, വെൽക്കം ടു ബിൻസ് ക്യുസീൻ. ഇന്ന് ഞങ്ങൾ രാവിലെ 5 മണിക്ക് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ആഗ്രയിലേക്കാണ് പോകുന്നത്. അപ്പം വഴിയിൽ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സ്റ്റോപ്പ് ചെയ്തതാണ്. ഡൽഹിയിൽ നിന്ന് ആഗ്രയിലേക്ക് 243 കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പം നമ്മൾ ബസ്സിലാണ് പോകുന്നതെങ്കിൽ മിനിമം 4 hours എടുക്കും. അപ്പം നമ്മൾ ഫുഡിനൊക്കെ വഴിയിൽ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും 5 hours കണക്കും. പിന്നെ നമുക്ക് ട്രെയിനിൻ്റെ ഓപ്ഷനും അവൈലബിൾ ആണ്. ട്രെയിനിൽ ഏകദേശം 2.5 മണിക്കൂർ എടുക്കും. അതേപോലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് താജ്മഹലിലേക്ക് 7.5 കിലോമീറ്റർ ഉണ്ട്. അപ്പം നമ്മൾ ടാക്സിയോ അല്ലെങ്കിൽ ഓട്ടോ വിളിച്ച് വരേണ്ടി വരും. നമുക്ക് ഫ്ലൈറ്റ് നോക്കാവുന്നതാണ്. ആഗ്രയിലുള്ള എയർപോർട്ടിൽ നിന്ന് താജ്മഹലിലേക്ക് 11.5 കിലോമീറ്റർ ആണ്. ഓൺ ദ വേയിൽ ഫേമസ് ആയിട്ടൊരു റെസ്റ്റോറൻ്റ് ആണ് ഇത് എന്നാണ് പറയപ്പെടുന്നത്. ആ റെസ്റ്റോറൻറ്റ് എൻട്രൻസിലായിട്ട് ഇതുപോലെ കുറേ ഷോപ്സ് ഉണ്ട്. ഫ്രൈഡ് സ്നാക്സ്, പോപ്കോൺ, ചിപ്സ് അങ്ങനെ കുറേ ഐറ്റംസ് അവിടെ അവൈലബിൾ ആയിരുന്നു. റെസ്റ്റോറൻ്റ് അകത്തേക്ക് കയറുമ്പോൾ തന്നെ അവരുടെ മെനു നമുക്ക് അവിടെ എല്ലാ സ്ഥലത്തും ഡിസ്പ്ലേ ചെയ്ത് കാണാം. അതുപോലെ ഫുഡ് കോംബോ ആയിട്ട് കിട്ടുന്നതൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളും ആക്ടേഴ്സ് അങ്ങനെ പലരും വിസിറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം അവരുടെ ഫോട്ടോസൊക്കെ ഏതൊക്കെ ആക്ടേഴ്സ് ആണ് എന്നുള്ളത് പേര് വെച്ചിട്ട് അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. എല്ലാ ഐറ്റംസും മെനുവിൽ അവൈലബിൾ ആണ്. ഇപ്പം ഈ കാണിച്ചത് ഇവരുടെ കോംബോ മീലാണ്. ഇവിടെ സൗത്ത് ഇന്ത്യൻ ഡിഷസ് ആയിട്ടുള്ള ഇഡ്ഡലി, വട, ദോശ അങ്ങനെ എല്ലാ ഐറ്റംസും, അതുപോലെ നോർത്ത് ഇന്ത്യൻസിന്റെ പൊറോട്ട, സ്റ്റഫ്ഡ് പൊറോട്ട, ആലു സ്റ്റഫ്ഡ്, പനീർ സ്റ്റഫ്ഡ്, അങ്ങനത്തെ സ്റ്റഫ്ഡ് പൊറോട്ട, സാൻഡ്വിച്ച്, ചോലെ ഭട്ടൂര് എല്ലാം അവൈലബിൾ ആണ്. ഞങ്ങൾ മിക്സ് ആയിട്ടാണ് ഓർഡർ ചെയ്തത്. തന്തൂരി സ്റ്റഫ്ഡ് പൊറോട്ടയാണ് ഞങ്ങൾ മെയിൻലി ഓർഡർ ചെയ്തത്. അതാകുമ്പം ഓയിലൊന്നും ഉണ്ടാവില്ല, അവർ ചുട്ടെടുക്കുക ചെയ്യുന്നത്, ഹെൽത്തി ആണ്. പിന്നെ അതൊന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുള്ളാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ചായയും കുടിച്ചു. ചായയായിരുന്നു ഞങ്ങൾ എല്ലാവരും ഓർഡർ ചെയ്തത്. ഫൈനലി ഞങ്ങൾ താജ്മഹൽ എത്തി. അവിടെ പ്രൈസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫോറിനേഴ്സ് ആണെങ്കിലും ഇന്ത്യൻസ് ആണെങ്കിലും പിന്നെ നമ്മുടെ നെയ്ബറിങ് കൺട്രീസിലുള്ളവരാണെങ്കിൽ എത്രയെന്ന് കറക്റ്റ് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ ബുക്കിംഗിൽ ചെയ്യാൻ പറ്റും. ഏതൊക്കെ വെബ്സൈറ്റ് ആണ് ഉള്ളതെന്ന് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇവിടുന്ന് താജ്മഹലിന്റെ എൻട്രൻസിലേക്ക് കുറച്ച് നടക്കാനുണ്ട്. വേണമെങ്കിൽ നമുക്ക് നടന്നിട്ട് പോവാം, ഇല്ലെങ്കിൽ ഈ ഇലക്ട്രിക് വെഹിക്കിളിൽ പോവാം. പിന്നെ നമ്മൾ ആ ടിക്കറ്റ് കൗണ്ടറിന് അവിടെ നിൽക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഷൂ കവർ വാങ്ങിച്ചിരുന്നു. അവിടെ പലരും വന്നിട്ട് ഇങ്ങനെ സെല് ചെയ്യും. 10 റുപ്പീസിനായിരുന്നു ഷൂ കവർ വാങ്ങിച്ചത്. താജ്മഹലിന്റെ അകത്ത് ഷൂ കവർ അവൈലബിൾ ആണ്. എന്നാലും നമ്മൾ ഇവിടുന്ന് വാങ്ങി വെക്കുന്നതാണ് നല്ലത്. ഇനി അകത്ത് നമുക്ക് കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. പോകുന്ന വഴിക്ക് ഞങ്ങൾ ഈ ഹോസ് കാർട്ടിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരെയൊക്കെ കണ്ടു. ഡൽഹി, ആഗ്ര പോലത്തെ ഈ നോർത്ത് ഇന്ത്യൻ പ്ലേസസിലൊക്കെ ഇപ്പോഴും ഹോസ് കാർട്ട്, സൈക്കിൾ റിക്ഷ ഇതൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒന്നാണ്. നമുക്ക് സൗത്ത് ഇന്ത്യയിലാണ് ഇതൊന്നും അധികം അവൈലബിൾ അല്ലാത്തത്. താജ്മഹലിന്റെ എൻട്രൻസ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ താജ്മഹലിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ: ഒന്ന്, ഫ്രൈഡേസ് അവിടെ ക്ലോസ്ഡ് ആയിരിക്കും. പിന്നെ ഏർലി മോർണിംഗ്സിൽ സൺറൈസിന്റെ ടൈമിലാണ് അവിടെ ഓപ്പൺ ചെയ്യുക. അപ്പം ആ ഒരു ടൈമിൽ നമ്മൾ എത്തുന്നതായിരിക്കും നല്ലത്. വീക്ക് ഡേയ്സിൽ അപ്പം തിരക്ക് കുറയും. ഞങ്ങൾ സാറ്റർഡേ ആണ് വന്നത്. ഭയങ്കര റഷ് ആയിരുന്നു. താജ്മഹലിന്റെ അകത്തേക്ക് ഫുഡ്, ടൊബാക്കോ പ്രോഡക്ട്സ്, അതുപോലെ ഡ്രോൺസ്, ക്യാമറ, മൊബൈൽ ചാർജേഴ്സ്, ഇയർഫോൺസ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും അലൗഡ് അല്ല. അങ്ങനെ എന്തെങ്കിലും നമ്മളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ എൻട്രി ഗേറ്റിന്റെ അടുത്ത് ക്ലോക്ക് റൂംസ് ഉണ്ട്. നമുക്ക് അത് അവിടെ ഏൽപ്പിക്കാവുന്നതാണ്. നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്ത് വരുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ആ ലൈനിൽ നിൽക്കുന്നതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഇവിടുന്ന് നോക്കുമ്പോൾ ഉള്ള റെഡ് ബിൽഡിംഗ് ആണ് ദർവാസെ റൗസ, ദ ഗ്രേറ്റ് ഗേറ്റ്. ദർവാസ എന്ന് പറഞ്ഞാൽ ഡോർ, റൗസ എന്ന് പറഞ്ഞാൽ ടൂം ആണ്. ടൂം ലൈക്ക് എക്സ്റ്റെൻഡഡ് ബൈ ഗാർഡൻ. താജ്മഹലിലേക്കുള്ള മെയിൻ എൻട്രൻസ് ആണിത്. ഇതിന് അറൌണ്ട് 13 മീറ്റർ ഹൈറ്റ് ഉണ്ട്. ഇത് താജ്മഹൽ കോംപ്ലക്സിന്റെ സദേൺ എൻഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. സാൻഡ്സ്റ്റോണിന്റെ കൂടെ വൈറ്റ് മാർബിൾ ഡിസൈൻ ആയിട്ടാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തത്. താജ്മഹലിലേക്ക് ദർവാസെ റൗസയിലൂടെ എൻ്റർ ചെയ്യുന്നതിന്റെ മുന്നേ ഉള്ള ഗാർഡനും അതിന്റെ സൈഡിലുള്ള റെഡ് ബിൽഡിങ്സും ആണിത്. താജ്മഹലിന്റെ 3 സൈഡ്സും ഇതുപോലെ റെഡ് ബിൽഡിങ്സ് കൊണ്ട് കവേർഡ് ആണ്. നമുക്ക് ഇവിടുന്ന് താജ്മഹൽ കാണാൻ പറ്റും. ദർവാസെ റൗസെ അതിൻ്റെ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഈ ഒരു റെഡ് ബിൽഡിംഗ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ റെഡ് ബിൽഡിങ്ങിലൂടെ ആ ഒരു വൈറ്റ് താജ്മഹൽ കാണുമ്പോൾ അതിൻ്റെ ബ്യൂട്ടി ഒന്ന് വേറെ തന്നെയാണ്. ഒരു ആർച്ച് എൻട്രൻസ് ആണ് ദർവാസെ റൗസയ്ക്ക്. റെഡ് സാൻഡ്സ്റ്റോണിലാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റെഡ് സാൻഡ്സ്റ്റോണിൽ വൈറ്റ് മാർബിൾ, അതിൽ ജിയോമെട്രിക്കലും ഫ്ലോറൽ ഡിസൈൻസ് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ആണിത്. ഇതൊരു ഒക്ടഗൺ സ്ട്രക്ചറാണ്.
ഇതിന്റെ മുകളിൽ ചെറിയ ചെറിയ ഡോംസ് ഉണ്ട്, അതുപോലെ കോർണേഴ്സിലും ഉണ്ട്. അപ്പൊ ആ റെഡ് സാൻഡ് സ്റ്റോണിൽ വൈറ്റ് മാർബിളും അതിലുള്ള ആ ഡിസൈൻസ് ഒക്കെ ഇതിന്റെ ബ്യൂട്ടി എൻഹാൻസ് ചെയ്യാൻ. ഇത് വെറും ഒരു ഗേറ്റ് അല്ല, ഒരു എർത്തി വേൾഡ് എന്നൊരു പാരഡൈസിലേക്ക് എൻ്റർ ചെയ്യുന്നതിനുള്ള ഒരു ഗേറ്റ് വേ ആണ്. മുഗൾ ആർക്കിടെക്ചറിൽ ഇതുപോലത്തെ ഗ്രാൻഡ് ഗേറ്റ് വേസ് കടന്നിട്ട് ഗാർഡനും ടൂംസും ഒക്കെ നോർമലാണ്. താജ്മഹലിന്റെ ആ ഒരു ലക്ഷറി ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ആവുകയാണ്. റെഡ് സാൻഡ് സ്റ്റോണിൽ വൈറ്റ് മാർബിളിലുള്ള ഡിസൈൻ അതിന്റെ ബ്യൂട്ടി എൻഹാൻസ് ചെയ്യുന്നുണ്ട്. വഴി നമ്മൾ താജ്മഹലിലേക്ക് എൻ്റർ ചെയ്യുമ്പോഴാണ് നമുക്ക് ശരിക്കും ആ ഒരു വിഷ്വൽ ഇമ്പാക്റ്റ് മനസ്സിലാവുക. ആ ആർച്ചിലൂടെ നമ്മൾ ഫസ്റ്റ് താജ്മഹൽ കാണുമ്പോൾ ഇതിനെ എന്തുകൊണ്ടാണ് ഗ്രാൻഡ് ഗേറ്റ് വേ എന്ന് വിളിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നത്. ഈ ആർച്ചിലൂടെ നമ്മൾ ഫസ്റ്റ് താജ്മഹൽ കാണുമ്പോൾ നമ്മുടെ ചുറ്റും റെഡ് സാൻഡ് സ്റ്റോൺ ആണ്. അതിലൂടെ നമ്മൾ ഫസ്റ്റ് ആയിട്ട് പ്യോർ വൈറ്റ് താജ്മഹൽ കാണുമ്പോൾ അതിൻ്റെ ഫീല് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ്. അതൊരു ഹെവൻലി ഫീലാണ്. നല്ല റഷുള്ള ടൈമാണ്. നിങ്ങൾ നോക്കി ആ ആർച്ചിലൂടെ നമുക്ക് താജ്മഹൽ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം മുന്നോട്ട് പോകുന്തോറും നമ്മൾ ഭയങ്കര എക്സൈറ്റഡും ഹാപ്പിയുമാണ്. നമ്മൾ താജ്മഹലിലേക്കുള്ള ഒരു മെജസ്റ്റിക് എൻട്രിക്ക് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇവിടെ നിന്ന് താജ്മഹൽ കാണുമ്പോൾ തന്നെ എന്തൊരു ബ്യൂട്ടിയാണ്. ഓഫ്, ഇതുവരെ ഇതിൻ്റെ പിക്ചേഴ്സ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളൂ. ഫസ്റ്റ് ടൈമാണ് ഞാൻ താജ്മഹൽ റിയൽ ആയിട്ട് കാണുന്നത്. വൺ ഓഫ് ദ 7 വണ്ടേഴ്സ് ഇൻ ദ വേൾഡ്. തീർച്ചയായും ഫ്രണ്ട്സ്, ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. നമ്മൾ ലൈഫിൽ 1 ടൈമെങ്കിലും താജ്മഹൽ വിസിറ്റ് ചെയ്തിരിക്കണം. അത്രക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹെവൻലി ആയിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഈ വൈറ്റ് മാർബിളിലുള്ള താജ്മഹൽ സിമ്പിൾ ഓഫ് എറ്റേണൽ ലവ് ആണെന്ന് എല്ലാവർക്കും അറിയാം. ഷാജഹാൻ തന്റെ ഭാര്യയായ മുംതാസ് മഹലിന്റെ ഓർമ്മയ്ക്കായിട്ട് നിർമ്മിച്ചതാണ് താജ്മഹൽ. 22 വർഷത്തിലധികം, ഏകദേശം 20,000 ആൾക്കാരിലധികം ആൾക്കാരുടെ ഹാർഡ് വർക്കും ടാലന്റും ഒക്കെയാണ് ഈ കാണുന്ന താജ്മഹൽ. ഇതിന്റെ ചീഫ് ആർക്കിടെക്ട് ഉസ്താദ് അഹമ്മദ് ലഹോറിയാണ്. മുഗൾ, പേർഷ്യൻ, ഇസ്ലാമിക്, ഇന്ത്യൻ ആർക്കിടെക്ചർ സ്റ്റൈൽസിന്റെ ഒക്കെ ഒരു അടിപൊളി ബ്ലെൻഡാണ് ഈ ഒരു ലോകാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹൽ. കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് 1632-ലാണ്. മെയിൻ പോർഷൻ ആയ താജ്മഹൽ കംപ്ലീറ്റ് ആയത് 1643-ലാണ്. പക്ഷെ വീണ്ടും 10 ഇയേഴ്സിന്റെ വർക്ക് ഉണ്ടായിരുന്നു. ഗാർഡനും മോസ്കും ഗേറ്റ് വേ, ഗസ്റ്റ് ഹൗസ് ഇതെല്ലാം കംപ്ലീറ്റ് ആകുമ്പോൾ 1653-ലാണ്. 1653 ഇതിന്റെ വർക്ക് തീരുമ്പോൾ ഏകദേശം ഇതിന്റെ ടോട്ടൽ കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്തത് 32 മില്യൺ റുപ്പീസ് ആണ്. ഇതിന് കുറെ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു, അതുപോലെ കുറെ റീൽസും. നല്ല റഷ് ഉണ്ടായിരുന്നു, എന്നാലും അതിന്റെ ഇടയിൽ ഞങ്ങൾക്ക് പറ്റുന്ന പോലെ കുറെ റീൽസ് എടുത്തു. അതിൽ ചിലത് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഫോട്ടോ എടുക്കാൻ ഡിഫറെന്റ് സ്പോട്ട്സ് ഉണ്ട്. ഇതും ഒരു നല്ലൊരു സ്പോട്ടാണ്. ഇതാണ് ഞങ്ങളുടെ ഫാമിലി. ഇപ്പം ഞങ്ങൾ അവിടെ സ്റ്റെപ്പിലിരുന്ന് എല്ലാവരും കൂടി ഒരു ഫോട്ടോ എടുത്താണ്. ഇങ്ങനെ കംപ്ലീറ്റ് ഫാമിലി ആയിട്ട് ട്രിപ്പ് പോകുന്നതിൻ്റെ രസം ഒന്ന് വേറെ തന്നെയാണ്. ഞങ്ങളുടെ ഡൽഹി ട്രിപ്പിൻ്റെ പ്രീവിയസ് വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കുത്തുബ് മിനാർ, സരോജിനി മാർക്കറ്റിൻ്റെ ഷോപ്പിംഗ് എല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പം തീർച്ചയായിട്ടും അതെല്ലാം നിങ്ങൾ കാണണം. താജ്മഹൽ കോംപ്ലക്സിലെ ഇൻറ്റഗ്രൽ പാർട്ടാണ് ഈ ഒരു മോസ്ക്. താജ്മഹലിന്റെ വെസ്റ്റ് സൈഡിലായിട്ട് കഅബ ഫേസ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു മോസ്ക് ഉള്ളത്. സാൻഡ് സ്റ്റോൺ കൊണ്ടാണ് ഉണ്ടാക്കിയത്. അപ്പൊ അതിന്റെ ഇടയിൽ വൈറ്റ് മാർബിൾ ഇൻലേസ് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് മാർബിളിന്റെ മുകളിൽ ഫ്ലോറൽ പാറ്റേൺസും വൈൻസും ജോമെട്രിക്കൽ മോട്ടീവ്സ് ഒക്കെ കൊണ്ട് വളരെ ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇത് സിംബലൈസ് ചെയ്യുന്നത് ഇതിന്റെ പ്യൂരിറ്റി, പാരഡൈസ് ആൻഡ് എറ്റേണിറ്റി ആണ്. താജ്മഹലിന്റെ അകത്തേക്ക് കയറാൻ എക്സ്ട്രാ 200 റുപ്പീസ് പേ ചെയ്ത് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് ഓൺലൈനും അതുപോലെ ഇവിടെ ഓഫ്ലൈനും അവൈലബിൾ ആണ്. അപ്പം ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് ക്യൂവിൽ നിൽക്കുകയാണ്. അകത്തേക്ക് കയറുമ്പം ഷൂ കവർ നിർബന്ധമാണ്. അത് ഇവിടെ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നമ്മൾ പുറത്ത് നിൽക്കുമ്പം അവിടുന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാം. 10 റുപ്പീസ് ഒക്കെ ആവുള്ളൂ. ഇതിനകത്താണ് ഷാജഹാന്റെയും മുംതാസിന്റെയും ടൂം ഉള്ളത്. ഇതിനകത്ത് ഒക്ടഗൺ ഷേപ്പിലുള്ള ഒരു സെൻട്രൽ ചേംബറിൽ 2 സെനറ്റഫ് ഉണ്ട്. അപ്പം ആക്ച്വലി അവരെ മറവ് ചെയ്തത് അവിടെയല്ല, അതിന്റെ താഴെയാണ്. മുംതാസിനെ സെൻട്രായിട്ടും അതിന്റെ തൊട്ടടുത്താണ് ഷാജഹാനെ മറവ് ചെയ്തത്. അപ്പം നമ്മൾ ജസ്റ്റ് ആ ഒരു ടൂം മാത്രമാണ് കാണുന്നത്.
നമുക്ക് അകത്തേക്ക് കയറാനുള്ള ആ ഒരു എൻട്രൻസ് ഡോർ ഇതാണ്. അപ്പം എല്ലാവരും ക്യൂല് എൻട്രൻസിൽ കയറുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പം ഇതിന്റെ അകത്ത് നമ്മൾ കാണുന്നതിന്റെ വിഷ്വൽസ് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. ബിക്കോസ് അതിനകത്ത് അവർ വീഡിയോ ഷൂട്ട് ചെയ്യാനോ ഫോട്ടോസ് എടുക്കാനോ ഒന്നും സമ്മതിക്കില്ല. വളരെ സ്ട്രിക്റ്റ് ആണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ പറ്റും, താജ്മഹലിന്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു മോസ്ക് ഉള്ളത്. അകത്തേക്ക് കയറാനുള്ള ക്യൂ ആണിത്. അകത്ത് കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വളരെ സൈലന്റ് ആയിരിക്കണം. ആസ് എ സൈൻ ഓഫ് റെസ്പെക്ട് അതവിടെ കമ്പൽസറി ആണ്. അകത്ത് നാച്ചുറൽ ലൈറ്റ് പോലെ മാർബിൾ കൊണ്ടുള്ള വാൾസിലൊക്കെ നല്ല ഫ്ലോറൽ മോട്ടീവ്സ്, സെമി പ്രഷ്യസ് സ്റ്റോൺസ്, അതുപോലെ കാലിഗ്രഫി കൊണ്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. മോസ്കിന്റെ സൈഡിലേക്ക് പ്രവേശനം ഇല്ല. ഒരു പള്ളിയുടെ മുന്നിൽ നിങ്ങൾക്ക് കാണാലോ, അത് ഒളു കൊടുക്കാനുള്ള സ്ഥലമാണ്. ഡേ ജുമാക്ക് 12 to 2 സമയത്ത് വരുവാണെങ്കിൽ നിങ്ങൾക്ക് പള്ളീന്റെ അകത്ത് കയറി നമസ്കരിക്കാനും ഒക്കെ പറ്റും. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ താജ്മഹലിന്റെ ഒരു സൈഡിലുള്ള യമുന നദി നമുക്ക് കാണാൻ പറ്റും. സോറി, വളരെ ഫേമസ് ആണ്. 1600 തുടക്കത്തിലാണ് പ്രിൻസ് ഖുറം, അതായത് ഷാജഹാൻ ചക്രവർത്തി, നോബിൾ ഫാമിലിയിലെ അർജുമൻ, സുന്ദരിയും നല്ല ഇന്റലിജൻസ് ഒക്കെ ആയ അർജുമന്ദിനെ ആദ്യം കണ്ടപ്പോൾ തന്നെ ഷാജഹാനെ ഇഷ്ടപ്പെട്ടു. 1607 അവരുടെ എൻഗേജ്മെന്റ്. വീണ്ടും 7 വർഷം കഴിഞ്ഞ് 1612 ഷാജഹാന് മുംതാസിനെ വിവാഹം കഴിച്ചത്. വിവാഹം കഴിഞ്ഞ് പാലസിലേക്ക് വന്നപ്പോഴാണ് മുംതാസ് മഹൽ എന്ന പേര് അവർക്ക് ലഭിക്കുന്നത്. മുംതാസ് മഹൽ എന്ന് പറഞ്ഞാൽ ജുവൽ ഓഫ് ദ പാലസ്. 1631 14ാമത്തെ കുഞ്ഞിന് ജന്മം നൽകിയ സമയത്താണ് മുംതാസ് മരണപ്പെടുന്നത്. മുംതാസിന്റെ മരണശേഷം ഷാജഹാൻ ചക്രവർത്തി ഭരണകാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടു നിന്നിരുന്നു. മുംതാസിന്റെ അവസാനത്തെ ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു ഇതുപോലെ ഒരു സ്മാരകം പണിയണമെന്ന്. അതിന് ഷാജഹാൻ ഏറ്റവും അനുയോജ്യമായൊരു സ്ഥലം യമുന നദിയുടെ തീരത്ത് കണ്ടെത്തി. ഈ ഒരു പ്രോപ്പർട്ടി രാജാ ജയ്സിംഗ് ഒന്നാമന്റെ ആയിരുന്നു. അപ്പം ഈ ഒരു പ്രോപ്പർട്ടിക്ക് പകരം ഷാജഹാന് ആഗ്രയിലെ സൗത്ത് സൈഡിലുള്ള ഒരു മാൻഷൻ അദ്ദേഹത്തിന് നൽകി. ഈ ഒരു ഫ്ലോറൽ കൊത്തുപണിയൊക്കെ നമുക്ക് അടുത്തു നിന്ന് കാണുമ്പം ശരിക്കും ഇതൊരു അത്ഭുതം തന്നെയാണ്. ഈ ഒരു താജ്മഹൽ പണിയാൻ വേണ്ടി ഷാജഹാന് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നാണ് മെറ്റീരിയൽസ് കൊണ്ടുവന്നത്. വൈറ്റ് മാർബിൾ രാജസ്ഥാനിൽ നിന്നാണ്. ഈ ഒരു താജ്മഹൽ പണിയാനായിട്ട് ഷാജഹാന് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നാണ് ഇതിനുള്ള മെറ്റീരിയൽസ് കൊണ്ടുവന്നത്. വൈറ്റ് മാർബിൾ രാജസ്ഥാനിൽ നിന്ന്, റെഡ് സാൻഡ് സ്റ്റോൺ ഫത്തേഹ്പൂർ സിക്രിയിൽ നിന്നും ധോൽപൂരിൽ നിന്നാണ്. പിന്നെ സെമി പ്രഷ്യസ് സ്റ്റോൺസ് ആയ ടെർക്കോസി ടിബറ്റിൽ നിന്ന്, സഫയർ ശ്രീലങ്കയിൽ നിന്ന്, ജെയ്ഡ് ആൻഡ് ക്രിസ്റ്റൽ ചൈനയിൽ നിന്നാണ്, ലാപ്പിസ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന്, ജാസ്പർ പഞ്ചാബിൽ നിന്ന്, ഒനെക്സ് ഡെക്കാൻ പ്ലാറ്റയിൽ നിന്നും, എമത്തിസ്റ്റ് ഇറാനിൽ നിന്നും, ഓറഞ്ച് റെഡ് സ്റ്റോൺ ആയ കനീലിയൻ അറേബ്യയിൽ നിന്നും, കോറൽ റെഡ് സീ റീജിയനിൽ നിന്നാണ് കൊണ്ടുവന്നത്. ഈ ഒരു ഫ്ലോറൽ ഡിസൈൻസിലൊക്കെ ഈ പ്രഷ്യസ് സ്റ്റോൺസ് ആണ് വെച്ചിട്ടുള്ളത്. അതുപോലെ ഇത് പണിയാനുള്ള വർക്കേഴ്സും ക്രാഫ്റ്റ്സ്മാൻ, ആർട്ടിസൻസ് ഒക്കെ വേൾഡിന്റെ പല ഭാഗത്തു നിന്നാണ് കൊണ്ടുവന്നത്. ഇറാനിൽ നിന്നാണ് കാലിഗ്രഫീസിന്റെ, ഗാർഡൻ ഡിസൈൻ, അതുപോലെ ഇൻലേ വർക്ക്സിന്റെ ഒക്കെ ഉള്ള ക്രാഫ്റ്റ്സ്മാൻമാർ വന്നത്. ഡോം കൺസ്ട്രക്ഷന്റെ ടെക്നിക്സ് ഒക്കെ ടർക്കിയിൽ നിന്നാണ്. സെൻട്രൽ ഏഷ്യയിൽ നിന്നാണ് സ്കിൽഡ് സ്റ്റോൺ ഇൻലേ വർക്കേഴ്സിനെ കൊണ്ടുവന്നത്. പിന്നെ ഇന്ത്യൻ ആർട്ടിസൻസ്, സ്റ്റോൺ കട്ടേഴ്സ്, സ്കൾപ്ചേഴ്സ്, മാസൺസ്, ഗാർഡനേഴ്സ്, കാലിഗ്രാഫേഴ്സ് ഒക്കെ. ഈ മെറ്റീരിയൽസ് ഒക്കെ കൊണ്ടുവരാൻ എസ്പെഷ്യലി രാജസ്ഥാനിന്ന് മാർബിളൊക്കെ കൊണ്ടുവരുന്നത് എലിഫൻസും ഓക്സൺ കാർട്സിലും ഒക്കെയാണ്. റാഫ്സിലാണ് യമുന നദിയിലൂടെ സാധനങ്ങളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്തത്. 1000-ലധികം ആനകളെയാണ് അന്ന് ട്രാൻസ്പോർട്ടേഷന് യൂസ് ചെയ്തത്. അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ ഒന്നും ഈസിലി അവൈലബിൾ അല്ല. അന്നാണ് ഇതുപോലെ ഒരു മഹാ അത്ഭുതം അവർ കൺസ്ട്രക്ട് ചെയ്തത്. 42 ഏക്കർ ലാൻഡിലെ ഒരു സെൻട്രൽ പീസാണ് താജ്മഹൽ. അപ്പൊ ഈ ഒരു ലാൻഡിൽ തന്നെയാണ് മോസ്ക്, ഗസ്റ്റ് ഹൗസ് എല്ലാം ഉള്ളത്. താജ്മഹൽ കോംപ്ലക്സിൽ മെയിൻ മൗസലം ഉണ്ട്. മെയിൻ മൗസലത്തിലാണ് ഈ ഒരു സെനറ്റർസ് മുംതാസിന്റെയും ഷാജഹാന്റെയും, പിന്നെ അതിനടിയിൽ അവരുടെ റിയൽ ഗ്രേവ്, ചാർബഗ് ഗാർഡൻ, പിന്നെ ദർവാസെ റോസ, ദ ഗ്രേറ്റ് ഗേറ്റ്, മോസ്ക് ഉണ്ട്, അതുപോലെ ജവാബ്, അതൊരു ഗസ്റ്റ് ഹൗസ് ആണ്. മോസ്കിന്റെ സ്ട്രക്ചറിൽ ഐഡന്റിക്കൽ ആയിട്ട് തന്നെയാണ്. നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് താജ്മഹൽ യമുന നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന്. ഇതാണ് യമുന നദി. താജ്മഹലിന്റെ ബാക്ക് സൈഡിലായിട്ടാണ് യമുന നദി വരുന്നത്. യമുന നദി മുഗൾ ആർക്കിടെക്ചറിന്റെ സിമ്പിൾ ഓഫ് ലൈഫ് ആൻഡ് എറ്റേണിറ്റി ആണ്. ഈ റിവറിന്റെ അപ്പുറത്ത് മെഹ്താബാഗ് എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് രാത്രി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു അടിപൊളി മൂൺലിറ്റ് വ്യൂ കിട്ടും താജ്മഹലിന്റെ. ഈ ഒരു സൈഡ് അവർ ഡിസൈൻ ചെയ്ത് തന്നെ താജ്മഹൽ ആ ഒരു റിവർ ബാങ്കിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്ന
ആ ഒരു രീതിയിലാണ്. അപ്പം യമുനയുടെ ആ സൈഡിൽ നിന്നുള്ള വ്യൂക്ക് മൂൺലിറ്റ് ഗാർഡൻ അല്ലെങ്കിൽ മെഹ്താബാഗ് വ്യൂ എന്നാണ് പറയുന്നത്. ഈ റിവറിന്റെ അപ്പുറത്തെ സൈഡിലാണ് ആഗ്ര ഫോർട്ട് ഉള്ളത്. ഔറംഗസേബ് ഷാജഹാനെ തടവിലാക്കിയിട്ട് വെച്ചിരുന്നത് ആഗ്ര ഫോർട്ടിലായിരുന്നു. ആഗ്ര ഫോർട്ടിനകത്ത് മുസമ്മൻ ബുർജ് അല്ലെങ്കിൽ ജാസ്മിൻ ടവർ ഒരു ഒക്ടാഗണൽ ടവറാണ്. ഷാജഹാൻ അത് മുംതാസിന് വേണ്ടി ബിൽഡ് ചെയ്തായിരുന്നു. തന്റെ അവസാന കാലത്ത് അദ്ദേഹം താജ്മഹൽ കണ്ടിരുന്നത് അവിടെ നിന്നാണ്. അടുത്ത് നിന്ന് നമുക്ക് താജ്മഹലിന്റെ മുകളിലുള്ള ഈ ഒരു ജോമെട്രിക്കൽ ഡിസൈൻസ് ഒക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. താജ്മഹലിന്റെ ഹൈറ്റ് 73 ആണ്. അതൊരു ബേസ് പ്ലാറ്റ്ഫോമിന്റെ മുകളിലാണ്. അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോമിന്റെ സൈസ് 95 × 95 ആണ്. ഈ ഒരു മെയിൻ സ്ട്രക്ചറിന്റെ ലെങ്ത്തും വിഡ്ത്തും 57 ആണ്. അതിന്റെ മുകളിലുള്ള ഡോമിന്റെ ഹൈറ്റ്, ആ മെയിൻ ഡോമിന്റെ ഹൈറ്റ് 35 ആണ്. ആ ഡോമിന്റെ ഡയമീറ്റർ 17.7 ആണ്. അപ്പൊ സൈഡിൽ 4 മിനാരത്തുണ്ട്. ഓരോന്നും 40 ഹൈറ്റിലാണ്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ 4 മിനാരത്തും ചെറുതായിട്ട് പുറത്തേക്ക് ചെരിഞ്ഞിട്ടാണുള്ളത്. ദുരന്തങ്ങൾ, നാച്ചുറൽ കലാമിറ്റീസ് പോലത്തതൊക്കെ ഉണ്ടാവുന്ന സമയത്ത് താജ്മഹലിന്റെ മുകളിലേക്ക് അത് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പുറത്തേക്ക് സ്ലൈഡ് ചെയ്തിട്ട് അത് പണിതത്. പിന്നെ അതിന്റെ മുന്നിലുള്ള ചാർബഗ് ഗാർഡൻ ഏരിയ 300 × 300 ആണ്. ചാർബഗ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡോ പേർഷ്യൻ ഗാർഡൻ ലേഔട്ട് ആണ്. ഒരു ക്വാഡ്രിലാറ്ററൽ ഗാർഡൻ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടില്ല. അപ്പൊ അതിലൊരു വാട്ടർ ബേസും ഉണ്ടാവും. സിംബലൈസ് ചെയ്യുന്നത് 4 ഗാർഡൻസും 4 റിവേഴ്സ്. അത് ഖുർആനിൽ മെൻഷൻ ചെയ്ത പാരഡൈസിലുള്ള 4 റിവേഴ്സ്. എല്ലാ വർഷവും ഉറൂസ് എന്ന് പറയുന്ന ഒരു ഇവന്റ് നടക്കാറുണ്ട്. ഉറൂസ് എന്ന് പറഞ്ഞാൽ വെഡ്ഡിംഗ് എന്നാണ്. മുഗൾ എംപറർ ഷാജഹാനും അദ്ദേഹത്തിന്റെ വൈഫ് മുംതാസ് മഹലിനോടുള്ള റെസ്പെക്ട് കാണിക്കാനാണ് ഈ ഒരു ഇവന്റ് നടത്തുന്നത്. 3 ദിവസത്തെ ഇവന്റ് ആണിത്. ഈ ഒരു സമയത്താണ് ലോവർ ടൂം ചേംബർ പബ്ലിക്കിന് ഓപ്പൺ ചെയ്തു കൊടുക്കുന്നത്. എൻട്രി പബ്ലിക്കിന് ഫ്രീ ആണ്. അപ്പം അതേപോലെ നമുക്ക് അവരുടെ ശരിക്കുള്ള ഖബർ കാണാനുള്ള ഒരു അവസരം കൂടിയാണ്. ഇത് ശരിക്കും ഒരു സ്പിരിച്വൽ ആൻഡ് കൾച്ചറൽ സെലിബ്രേഷൻ ആണ്. അപ്പൊ ഇതിൽ എല്ലാ മതസ്ഥരും പങ്കെടുക്കും. ഷാജഹാന്റെ ഡെത്ത് ആനിവേഴ്സറിയുടെ ടൈമിലാണ് ഈ ഒരു ഫംഗ്ഷൻ നടത്തുന്നത്. ശവകുടീരത്തിന്റെ മേലെ ചന്ദനം തേക്കുക, പിന്നെ അതിന്റെ മുകളിൽ ചാദർ വിരിക്കുക എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. ആ ചാദർ, ആ ഷോള് 1500 മീറ്റേഴ്സിനേക്കാളും കൂടുതലൊക്കെ ഉള്ളതായിരിക്കും. അപ്പൊ അത് അങ്ങോട്ട് കൊണ്ടുപോകുന്നത് തന്നെ ഇവരൊരു ഫംഗ്ഷൻ ആയിട്ടാണ്. 1983 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഇടം പിടിച്ച ഒന്നാണ് താജ്മഹൽ. യുനെസ്കോ താജ്മഹലിനെ വിശേഷിപ്പിച്ചത് ദ ജുവൽ ഓഫ് മുസ്ലിം ആർട്ട് ഇൻ ഇന്ത്യ എന്നാണ്. അതുപോലെ താജ്മഹലിന് മറ്റു പല പേരുകളുണ്ട്. ക്രൗൺ ഓഫ് പാലസസ്, മോണമെന്റ് ഓഫ് ലവ്, റോസായെ മുംതാസ് എന്ന് പറഞ്ഞാൽ ടൂം ഓഫ് മുംതാസ്. രവീന്ദ്രനാഥ് ടാഗോർ കൊടുത്ത ഒരു പോയറ്റിക് ഡിസ്ക്രിപ്ഷൻ ഇങ്ങനെയാണ്: ടിയർ ഡ്രോപ്പ് ഓൺ ദ ചീക്ക് ഓഫ് ടൈം. പിന്നെ എല്ലാവർക്കും അറിയുന്നത് പോലെ വൺ ഓഫ് ദ 7 വണ്ടേഴ്സ് ഓഫ് ദ വേൾഡ്. താജ്മഹലിന്റെ ബ്യൂട്ടി എൻഹാൻസ് ചെയ്യുന്ന ഒരു ഗാർഡൻ ആണ് അതിന്റെ ചുറ്റും ഉള്ളത്. ഞങ്ങൾ അവിടുത്തെ മെയിൻ ഫോട്ടോ സ്പോട്സിലൊക്കെ ഫോട്ടോ എടുത്തു. കാരണം താജ്മഹലിൽ നല്ല വ്യൂ കിട്ടുന്ന ഒരു സ്പോട്ടാണ് ഇത്. ഇതുപോലത്തെ സ്പോട്സ് എന്നൊക്കെ ഫോട്ടോ എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. കുറച്ച് റീൽസ് ഒക്കെ ചെയ്ത് അവിടെ നിന്ന്. അപ്പൊ താജ്മഹലിന്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇതുപോലെ ഇടുന്ന എല്ലാ വീഡിയോസും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. കംപ്ലീറ്റ് വീഡിയോസ് ഒരു പ്ലേലിസ്റ്റിലാക്കി ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ള വീഡിയോസൊക്കെ തീർച്ചയായിട്ടും കാണുക. ഡൽഹി വിസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മുടെ ലൈഫിലെ മസ്റ്റ് വിസിറ്റ് പ്ലേസസിൽ ഒന്നാണ് ഡൽഹി. ലോകത്തെ 7 അത്ഭുതങ്ങളിൽ ഒന്ന് നമ്മുടെ രാജ്യത്താണ് എന്നുള്ളത് തന്നെ നമുക്കൊരു പ്രൗഡ്ഫുൾ മൊമെന്റ് ആണ്.